ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു പന്നീനെ പുലിയാടെ എന്തോ പിടിച്ചിട്ട് വന്ന് റോട്ടിൽ ചത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല മുറിവുകളും ആ മുറിവിലൊക്കെ പുഴുവായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കാടിൻ്റെ സൈഡിലാണ് ഉള്ള റോട്ടിലാണ് വന്ന് ചത്ത് കിടന്നത്. അപ്പോൾ ഈ കാട്ടിൽ അത്യാവശ്യം ഒരു എല്ലാ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലേക്ക് ആൾക്കാർ പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ കേസാക്കും. അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് വരുന്നവരാരും കാട്ടിലേക്ക് ഫോറസ്റ്റുകാർ അനുമതി ഇല്ലാണ്ട് കയറാൻ പാടില്ല. നമ്മൾ തന്നെ നമ്മളോട് അടുത്ത് താമസിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നതൊക്കെ. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് അതിലും വലിയ പ്രോബ്ലം ആവും. പിന്നെ ഇതുപോലെ കുറേ പേര് പുഴയിൽ കുളിക്കാനൊക്കെ വന്നിട്ട് കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് അകത്തേക്ക് ആരും കയറ്റിവിടാതെ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ബ്രഷൊക്കെ എടുത്ത് നേരെ കാട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് കാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ പോകാമെന്നുള്ള ലെവലിൽ അങ്ങനെ നടന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്മൾ ഈ കാണുന്നിടത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുളവും അവിടെ ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന ചാലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുഴയിലേക്ക് വരുന്ന കൈയുടെ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പുഴയും ചാലൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് താഴേക്ക് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുണ്ട് കണ്ട. അത് ഫോണിൽ ക്യാമറയിൽ എന്തോരം കാണാറില്ല, പക്ഷെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ മഞ്ഞുണ്ട്. അതുപോലെ സൂര്യൻ ഉദിച്ച് വരുന്നുള്ളൂ. മേഘത്തിൻ്റെ ഇടയ്ക്കൂടെ സൂര്യൻ്റെ വെളിച്ചം കാണാൻ പറ്റും. അപ്പോൾ സൂര്യനൊന്നും ഇതേ വന്നിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാട്. നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ഇതാണ്. പണ്ടത്തെ ഒരു ബോർഡ് അവിടെ പൊളിഞ്ഞ് വീണ് കിടക്കുന്നതാണത്. അപ്പോൾ കാണുമ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് പേടി തോന്നും. നമ്മളിവിടെ ചെറുപ്പം തൊട്ട് ഓടി കിടന്ന് കളിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് പേടിയില്ല. അപ്പോൾ ആ മരത്തിൽ ഒരു വള്ളി കയറി പോയി നിൽക്കുന്നതാണ്. ഇപ്പോൾ രസം തോന്നിയിട്ട് എടുത്താണത്. ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ആ പറഞ്ഞ പഴയ ബോർഡ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഈ സൈഡിൽ കൂടെ ചാലൊഴുകുന്ന ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സൗണ്ടാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം. ഇതാരും ഉപയോഗിക്കുന്നൊന്നുമില്ല, ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കുളം. പണിത സമയത്ത് മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല, ആരും കാട്ടിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ആ ചെറിയ ചാലെന്ന് പറഞ്ഞ്.